നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ജിതിൻ റോയിയുടെ കവിതാ സമാഹാരമായ എൻ്റെ മൗനാക്ഷരങ്ങൾ പുസ്തക പ്രകാശനവും മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി UAE ചാപ്റ്ററിൻ്റെ ഭാഗമായി തുടങ്ങുന്ന ലിറ്ററേച്ചർ ക്ലബിൻ്റെ ഉദ്ഘാടനവും മെയ് 25-ന് ദുബായിൽ അക്കാഫ് അസോസിയേഷൻ ഹാളിൽ നടന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷൻ സെക്രട്ടറി അജോയ് ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഷീല പോൾ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സാദിഖ് കാവലിന് നൽകി പ്രകാശനം ചെയ്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്, ഫുജൈറ, കോർഫക്കാൻ, ദിബ്ബ എന്നീ സ്കൂളുകളിലെ 10ാം തരത്തിലും +2-ലും മികച്ച വിജയം നേടിയ 120-ൽ പരം കുട്ടികൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി അബ്ദുൾ ഗഫൂർ ബെഹ്റൂസിയാൻ മുഖ്യാതിഥിയായി. എമിനൻസ് സ്കൂൾ CEO ഡോക്ടർ KE ഹരീഷ്, റോയൽ പ്രൈവറ്റ് സ്കൂൾ പ്രിൻസിപ്പൽ സയ്യിദ് താഹിർ അലി, സെൻറ് മേരീസ് കാത്തലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സുരേഷ്, ഫുജേറ ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ കബീർ, കോർഫക്കാൻ ഈസ്റ്റ് കോസ്റ്റ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡഗ്ലസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ഡ്രൈവറില്ല വാഹനങ്ങളുടെ വികസനത്തിനായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി സംഘടിപ്പിക്കുന്ന സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് വേൾഡ് ചലഞ്ചിൻ്റെ 4ാമത് എഡിഷൻ പ്രഖ്യാപിച്ചു. $30 ലക്ഷം ഇത്തവണ സമ്മാനത്തുക. ഒരു പ്രദേശത്ത് സ്വയം നിയന്ത്രിച്ചോടുന്ന ഒന്നിലധികം സംയോജിത ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ കഴിയുന്ന കമ്പനികൾക്ക് ചലഞ്ചിൽ പങ്കെടുക്കാം. സ്വയം നിയന്ത്രണ ടാക്സി, ബസ്, ഡ്രോൺ, ജലഗതാഗത വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ, വ്യോമഗതാഗതം എന്നിവയിൽ ഏതെങ്കിലും 2 വികസിപ്പിക്കാൻ കഴിയുന്ന കമ്പനികളായിരിക്കണം. ഇവർ വികസിപ്പിക്കുന്ന ഗതാഗത സംവിധാനങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന SAE 3 ലെവലെങ്കിലും പാലിച്ചിരിക്കണം. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും. ഇതേ സമയം. നമസ്കാരം.